ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ ദേ എൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ പുതിയ ക്വാർട്ടേഴ്സിലേക്കൊക്കെ മാറി അവിടെ നിന്നിട്ട് നടക്കാവുന്ന ദൂരമുള്ള ഏട്ടൻ്റെ വീട്ടിലോട്ടും അതുപോലെ മൂത്തമ്മേൻ്റെ വീട്ടിലോട്ടും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാനിതേ നടന്ന് പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ബാക്കിൽ നടക്കുന്നത്. മുന്നിൽ നമ്മുടെ കുഞ്ഞു അതുപോലെ തന്നെ പുന്നാരെ എല്ലാവരും നടന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാൻ അമ്മയോട് പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് എടുത്തുകൊണ്ടായ റീലൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് അമ്മ ദേ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന പോലെയാണ് എടുത്തു തന്നത്. പിന്നെ ഞാനത് യൂട്യൂബിൽ അങ്ങ് പോസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിട്ടോ. അപ്പോൾ കുറച്ച് ഷോ ഇറക്കിയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. വേറെ ഒന്നും കണ്ടല്ലേ, നമ്മുടെ ക്ലബ്ബ് ഇവിടെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസിനും പ്രാക്ടീസിനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ എത്തും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക സ്റ്റെപ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഈ ഒരു ടൈം ആകുമ്പോൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന ഒരു ടൈമിന് ഞാനിവിടെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സിദ്ധു ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മിനി ബൈക്കാണ്. അപ്പോൾ അതിൽ കുഞ്ഞിന് ഒരു റൗണ്ട് കൊണ്ട് അപ്പോൾ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയിട്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള മക്കളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇവരെ കളിയും ചിരിയും എല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ സിദ്ധു ബൈക്ക് ഓടിക്കലിൻ്റെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ദേ ബൈക്ക് ഓടിച്ച് അവസാനം പെട്രോൾ തീർന്നു കേട്ടോ. പെട്രോൾ തീർന്നിട്ട് ആശാൻ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ വന്നത് കേട്ടോ. മോനെ പെട്രോൾ തീർന്നിരിക്കുകയാണ്, നമുക്ക് കുറച്ച് പെട്രോൾ ഒഴിക്കാം, എന്നിട്ട് നമുക്കിനി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ കൂളാക്കുന്നുണ്ട്. അങ്ങനെ ദേ കുറച്ചുകൂടെ പെട്രോൾ കൊണ്ടുവന്നിട്ട് അവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇടയ്ക്കാണൊന്ന് ബൈക്ക് എല്ലാവരും കൂടെ ഉള്ളപ്പോഴേ അവൻ എടുത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്നിലെ ഏട്ടന്മാരൊക്കെ അടുത്തുണ്ടോ എന്നിട്ട് അവനെ ഓടിപ്പിക്കാറുള്ളൂ. അവന് ഓടിച്ചോളൂ കേട്ടോ നല്ല സൂപ്പറായിട്ട്. അങ്ങനെ അടുത്ത് നമ്മുടെ അപ്പുണ്ണിയുടെ കൂടെയാണ്. അവന് ഡബിൾ വെച്ചുകൊണ്ടാണ് ഇനി അടുത്ത് സിദ്ധു പോകുന്നത്. അങ്ങനെ കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അവർ ഒരു റൗണ്ട് അങ്ങ് ചുറ്റി വന്നിട്ടോ. അപ്പുണ്ണിക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അവനെ കൊണ്ട് ഒരു വട്ടോ രണ്ട് വട്ടമൊക്കെ ഇത് ഓടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറഞ്ഞാൽ പാമ്പ് വളയുന്ന പോലെയായിരുന്നു അവൻ ഓടിച്ചത്. പിന്നെ നമ്മളങ്ങനെ അധികം അവനെ നിർബന്ധിച്ച് ഓടിപ്പിച്ചിട്ടും ഇല്ല കേട്ടോ. വെറുതെ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് സിദ്ധു പിന്നെ ഓടിച്ചോളും. അങ്ങനെ അതേ സിദ്ധുവിനോട് ഡബിൾ ഇരിക്കലാണ് അവൻ്റെ പരിപാടി കേട്ടോ. പിന്നെ കുട്ടികളൊന്നും കാണാണ്ടായപ്പോൾ ഞാൻ പുന്നാരനെ കൂട്ടിയിട്ട് കുട്ടികളുടെ വീട് വരെ പോകാൻ വേണ്ടി തുടങ്ങിട്ടോ. അതായത് നമ്മുടെ ഇനി ഏകദേശം കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ വിളിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായാലും അവരെ ഏതോ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും തിരിച്ച് വന്നപ്പോഴത്തേക്കും മുത്തമ്മ അവിടെ ചായയും അതുപോലെ അച്ചപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ നല്ലോണം കഴിച്ചിരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്കിൽ അവരെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളും ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നാത്തൂൻ വരണം, മൂത്ത നാത്തൂനും കൂടെ വന്നിട്ട് ഞങ്ങൾ എന്താ പറയുന്നത് ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. അപ്പം ഞാൻ 10ാം ക്ലാസ്സിലാണ് അവസാനമായിട്ട് ഡാൻസ് കളിച്ചത്, അതായത് സ്റ്റേജിൽ കേട്ടോ. അതുവരെ അതിനുശേഷം ഞാൻ കളിച്ചിട്ടേ ഇല്ല. അതായത് നമ്മൾ റീലിലൊക്കെ ക്യാമറ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിക്കാറുണ്ട്. പക്ഷേ സ്റ്റേജിൽ ഞാൻ കയറിയിട്ട് കുറേ വർഷമായിട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നെ സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം അത് സ്റ്റെപ്പെല്ലാം ഇട്ട് ഞങ്ങൾ നല്ല ഒടുക്കത്തെ പ്രാക്ടീസിലാണ്. അപ്പോൾ ഇനി സമയം കുറവാണ് കേട്ടോ. അതായത് കുറച്ച് ദിവസമേ ഉള്ളൂ. പെട്ടെന്നായിരുന്നു ഈ പരിപാടിയൊക്കെ എന്താ പറയുന്നത് സെറ്റാക്കാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസിനൊക്കെ ടൈം കുറവാണ്. അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ രാവിലെയൊക്കെ കുഞ്ഞുങ്ങൾ വരും, നമ്മളെ അടുത്തേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോ ടൈം സെറ്റാക്കി ഞങ്ങൾ ഈ രാത്രിയൊക്കെ ഇരുന്നാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഡാൻസൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അധികം ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ഇടാണ്ട് പഴയ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡാൻസ് സെറ്റാക്കി ചെയ്തിട്ട് അങ്ങനെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് ഏട്ടൻ ഒരു കവറിൽ എന്തോ കിടന്നത്. എന്തോന്ന് നോക്കിയപ്പോഴാണ് നല്ല മാങ്ങ ഗൈസ്, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ മാങ്ങ വാങ്ങിയിട്ടേ ഇല്ല ഈ വർഷം. അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണ് എന്നെ ഓർമ്മിപ്പിച്ചത്, നമ്മൾ ഇതുവരെ കടയിൽ നിന്ന് മാങ്ങ വാങ്ങിയില്ലല്ലോ, ഇത് ഫസ്റ്റ് ടൈമാണ്, അതായത് ഈ വർഷത്തെ കേട്ടോ. അങ്ങനെ ആ മാങ്ങ എല്ലാം കഴുകി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ നമ്മൾ കാണുന്ന ചില മാങ്ങ നല്ല വലിപ്പമുണ്ടാവും, ഉള്ളിൽ മധുരം ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ ഒരു മാങ്ങ തന്നെയാണ് ഏട്ടൻ വരുമ്പോൾ വാങ്ങാറ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഏട്ടൻ ഈ ഒരു മാങ്ങ വാങ്ങാറുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല മധുരമാണ് ഇതിന്. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞു നമ്മൾ കഷ്ണം ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇനി കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ചോറും കറിയെല്ലാം രാവിലെ ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. വലിയ പരിപാടിയും പണികളൊന്നും ഇനിയില്ല. അങ്ങനെ മാങ്ങയെല്ലാം പ്ലേറ്റിൽ പീസാക്കി നമ്മൾ ആദ്യം കൊണ്ടു കൊടുക്കുന്നത് കുഞ്ഞുവിലേക്കാണ്. കുഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു അവന് വേണ്ടാന്ന് കേട്ടോ. അവൻ എടുക്കുന്നേ ഉണ്ടല്ലോ. ഒന്നാമത് അവന് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. വെയ്യായിക വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു അത് മൈൻഡ് ചെയ്യുന്ന പോലില്ല. അപ്പൂനാണെങ്കിൽ പൊതുവേ ഫ്രൂട്ട്സ് ഒന്നും അവൻ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് അവൻ ചീത്ത പറഞ്ഞ് എടുക്കടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവനിങ്ങനെ നോക്കുകയാണ്, ഏറ്റവും ചെറുതേതാന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പുണി ആകെ കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വത്തക്കയാണ് കേട്ടോ. തണ്ണിമത്തൻ കഴിക്കും, അതുപോലെ ചെറുപഴം ഒന്ന് കഴിച്ചാൽ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ആപ്പിളും.
വേറൊരു ഫ്രൂട്ട്സ് അവൻ കഴിക്കാറില്ല. അതായത് മുന്തിരി, മാങ്ങ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അപ്പുണ്ണി കണ്ടില്ല അങ്ങനെ വേണോ വേണ്ടേന്ന് വിചാരിച്ച് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്താ പറയുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിച്ച് നോക്കണം. അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടോ മാങ്ങ. പിന്നെ വേണ്ട വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. എന്നിട്ടും അവൻ പറയാം വേണ്ടാന്ന്. പിന്നെ ഞാൻ വടിയൊക്കെ എടുത്ത് പേടിപ്പിച്ചിട്ട് ഒരു കഷ്ണം കൈ കൊടുത്തിട്ടുണ്ട്. തിന്നാലേ ശക്തിയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പേടിച്ചിട്ട് ഒരു കഷ്ണം ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുവിൻ്റെ അടുത്ത് കൊണ്ട് ഒരു കഷ്ണം കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഒന്നാമത് വെയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. അവന് ചെറിയ പനിയൊക്കെ വരുന്നുണ്ട്, അതാണ് ഒന്നും പറയാണ്ടിരിക്കുന്നത്. എന്നോട് അവസാനം പറഞ്ഞ അമ്മേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവനെ നിർബന്ധിച്ചില്ല. ഞാൻ അവൻ്റെ അടുത്തിരുന്നിട്ട് ഞാനും മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ മധുരമായിരുന്നു കേട്ടോ, നല്ല മണമായിരുന്നു മാങ്ങയ്ക്ക്. അങ്ങനെ ഞാനും നല്ലോണം മാങ്ങ കഴിച്ചു TV കണ്ടുകൊണ്ടിരുന്ന് മാങ്ങ കഴിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു ഞാൻ കഴിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ കഴിക്കുന്നില്ല ഗൈസ്. അങ്ങനെ അവനെ കൊതിപ്പിച്ചുകൊണ്ട് ഞാനിരുന്ന് മാങ്ങ കഴിച്ചു കേട്ടോ. പിന്നെന്ന് പറയുന്നത് ഇനിയിപ്പം നമുക്ക് കുറച്ച് നേരം TV എല്ലാം കണ്ടിരിക്കും, പിന്നെ ചോറ് കഴിക്കും. ചോറൊക്കെ ലേറ്റായിട്ട് ഇവിടെ കഴിക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് കട്ടൻ ചായ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കട്ടൻ ചായയാണ് ഇനി കട്ടൻ ചായ കുടിയാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ അപ്പുണ്ണിയും പറഞ്ഞു അപ്പോൾ കട്ടൻ ചായ വേണമെന്ന്. അപ്പോൾ അവൻ കട്ടൻ ചായയിൽ ബിസ്ക്കറ്റ് മുക്കിയിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് ബിസ്ക്കറ്റ് കൊടുക്കൽ കുറവാണ്, അവൻ ബിസ്ക്കറ്റ് കഴിച്ച ചോറൊന്നും കഴിക്കില്ല. അങ്ങനെ അപ്പുണ്ണി ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പറഞ്ഞു ബിസ്ക്കറ്റ് വേണം. എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് കൈ പിടിച്ച് കുറച്ച് കഴിച്ചിട്ടോ, വേറൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ്, വർത്താനൊന്നും പറയുന്നില്ല ആശാന്. അവന് ചെറുതായിട്ട് ശ്വാസം മുട്ടൊക്കെ വരുന്ന പോലെ ഉണ്ട്. അങ്ങനെ എനിക്കും കിട്ടിയൊരു ഗ്ലാസ് ചൂട് ചായ. അങ്ങനെ ഞാനും ചൂട് ചായയും അതുപോലെ തന്നെ നമ്മുടെ കപ്പ് കേക്ക് ഇല്ലേ അതും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി ഊണൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയും വിശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.